ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് ഇടിഞ്ഞതിൽ ആശങ്കയുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 2024-25 4.6% നിന്നും 2025-26 3.1% വളർച്ച കുറയുമെന്നാണ് കണക്കുകൾ. ഇത് മറികടക്കാൻ സഹകരണ കൃഷിയും മൂല്യവർദ്ധനവും ബജറ്റിൻ്റെ മുഖ്യ അജണ്ടയാക്കാനാണ് സാധ്യത. കാർഷിക മേഖലയുടെ മന്ദഗതിയിലായ വളർച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഗൗരവമായി വിലയിരുത്തിയതായി കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ സഹകരണ കൃഷി ശക്തിപ്പെടുത്താനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കർഷക കൂട്ടായ്മകൾ വളർത്തുക, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അഗ്രോ പ്രോസസിംഗ് യൂണിറ്റുകൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ നടപടികളിലൂടെ ഗ്രാമീണ തൊഴിലും കർഷകരുടെ വരുമാനം ഉയർത്തുകയാണ് ലക്ഷ്യം. ചെറുകിടയും അതിസൂക്ഷ്മവുമായ കർഷകരെ സഹകരണ സംവിധാനത്തിലൂടെ ഒന്നിപ്പിച്ച് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും വിതരണ ശൃംഖല നവീകരിക്കാനും വിപണിയിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് നയപരമായ ഊന്നൽ. കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഭക്ഷ്യധാന്യ ഉൽപ്പാദനം റെക്കോർഡ് നിലവാരത്തിലെത്തിയിട്ടും കോവിഡ് മഹാമാരിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം കാർഷിക മേഖലയിലെ ശരാശരി ഗ്രോസ് വാല്യൂ ആഡഡ് 3 മുതൽ 4% വരെയായി പരിമിതപ്പെട്ടു. സർവേകൾ പ്രകാരം കാർഷിക വളർച്ച 5% നിലനിർത്തുകയും സമ്പദ് വ്യവസ്ഥയിലെ ജിവിയിൽ 20% പങ്ക് നിലനിൽക്കുകയും ചെയ്താൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാനാകൂ. എന്നാൽ 2023-24 കാർഷിക GVA പങ്ക് 17.7% കുറഞ്ഞുവെന്നാണ് കൃഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. അതിതീവ്ര മഴയും വരൾച്ചയും കഴിഞ്ഞ വർഷങ്ങളിൽ കാർഷിക ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചു. അതേസമയം പശുപാലനം ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലകൾ കർഷകർക്ക് ആശ്വാസമായി മാറി. ഡയറി, ലൈവ് സ്റ്റോക്ക് മേഖലകൾ 2023-24 കാർഷിക വളർച്ചയുടെ പ്രധാന ഡ്രൈവറുകളായെന്നും ലൈവ് സ്റ്റോക്ക് മേഖല മാത്രം 5.5% GVA പങ്കോടെ വേഗത്തിലുള്ള വളർച്ച കാഴ്ചവെച്ചുവെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയിൽ മുളകിന്റെ വില കുതിക്കുന്നു. കൃഷി വിസ്തീർണം കുറഞ്ഞതും വിളനാശം വർദ്ധിച്ചതും അന്താരാഷ്ട്ര വിപണികളിലെ ആവശ്യകത ഉയർന്നതുമാണ് മുളക് വിപണിയിൽ വില കുതിക്കാൻ കാരണം. കഴിഞ്ഞ വർഷങ്ങളിലേതിനേക്കാൾ മുളക് കൃഷി വിസ്തീർണം വൻതോതിൽ കുറഞ്ഞതാണ് വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. 5 വർഷം മുമ്പ് 1.25 ലക്ഷം ഏക്കറിലുണ്ടായിരുന്ന മുളക് കൃഷി ഇത്തവണ 30,000 ഏക്കറിലേക്ക് ചുരുങ്ങി. ഇതിനൊപ്പം ഇലപ്പേൻ ആക്രമണവും വാടൽ രോഗവും വിലയെ ബാധിച്ചു. അന്താരാഷ്ട്ര വിപണികളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡും ക്ഷാമാവസ്ഥയും മൂലം കോൾഡ് ചെയിനുകളിലെ സംഭരണങ്ങളിൽ നിന്നുപോലും വ്യാപാരികൾ മുളക് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞയാഴ്ച കിൻഡലിന് 22,000 രൂപ വരെ എത്തിയ വില ഇപ്പോൾ 15,000 മുതൽ 18,500 രൂപ വരെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. പുതിയ വിലയിൽ അമിത ഈർപ്പം മൂലമുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ കാരണം വ്യാപാരം ഇപ്പോൾ സൂക്ഷ്മ നിലപാടിലാണ്. ജനുവരി 2026 വരെ വില 13,500 മുതൽ 15,500 രൂപ വരെ നിലനിൽക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം ഈ വർഷം മുളക് ഉൽപാദനം 4 ലക്ഷം ടണ്ണായി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. ആന്ധ്രാപ്രദേശിലും കൃഷി വിസ്തീർണം കുത്തനെ കുറഞ്ഞതോടെ വിപണിയിൽ വില ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷത്തെ ഇടിവിന് പിന്നാലെ കടുക് ഉൽപ്പാദനം വീണ്ടും ഉയരത്തിലേക്ക്. അനുകൂല കാലാവസ്ഥയും വർദ്ധിച്ച കൃഷി വിസ്തീർണവും പ്രതീക്ഷ നൽകുമ്പോൾ വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ മഴ ആലിപ്പഴ മുന്നറിയിപ്പ് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ വർഷം 4%-ലധികം ഇടിഞ്ഞ കടുക് ഉൽപ്പാദനം 2025-26 സീസണിൽ കുറഞ്ഞത് 10%-മെങ്കിലും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. കൃഷിഭൂമി വർദ്ധിച്ചതും ഇതുവരെ അനുകൂലമായ കാലാവസ്ഥയും ഉൽപ്പാദനത്തിന് പിന്തുണ നൽകുന്ന ഘടകങ്ങളാണ്. ഈ വർഷം കടുക് കൃഷി വിസ്തീർണം 3.2% ഉയർന്ന് 89.36 ലക്ഷം ഹെക്ടറായി. കഴിഞ്ഞ വർഷം ഇത് 86.57 ലക്ഷം ഹെക്ടറായിരുന്നു. 2024-25 126.67 ലക്ഷം ടൺ ഉൽപ്പാദനം ഉണ്ടായിരുന്നുവെങ്കിൽ 2025-26 139 ലക്ഷം ടൺ ഉൽപ്പാദനം ലക്ഷ്യമിട്ടിരിക്കുകയാണ് സർക്കാർ. അതേസമയം വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ആശങ്ക ഉയർത്തുകയാണ്. ജനുവരി 26-27 തീയതികൾ ജമ്മു കാശ്മീരിലും ജനുവരി 27 ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലുമാണ് ആലിപ്പഴ വർഷ സാധ്യത. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കും മുന്നറിയിപ്പുണ്ട്. കടുക് കൃഷി മേഖലകളിൽ ഇതുവരെ തണുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നത് വിളയ്ക്ക് അനുകൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഭക്ഷ്യ എണ്ണ ദൗത്യത്തിന്റെ ഭാഗമായി പരമ്പരാഗതമല്ലാത്ത സംസ്ഥാനങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന നെൽഭൂമികളിൽ കടുക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.